ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വെനസ്ഡേ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗ് ദിവസത്തിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നോർമലി എന്തെങ്കിലും ഒരു ഫേസിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫേസ് പാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിജുവിനേഷൻ കിട്ടുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആകാം. നാച്ചുറൽ ആയിട്ടുള്ള DIYs ആണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ഹെയർ റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന്, കൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ കൈയുടെ ഇതൊക്കെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പുറമേ ഉള്ള ആപ്ലിക്കേഷനെക്കാട്ടിലും ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഉള്ളിൽ കഴിച്ചാൽ. അപ്പോൾ അകത്ത് കഴിക്കുന്ന ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിജുവിനേഷൻ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഗ്ലോ, തിളക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത്, ബോഡിയുടെ ഓവറോൾ ഹെൽത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഫുഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫുഡെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന കാര്യം ഫുഡ് തന്നെയല്ലേ. അപ്പോൾ അതിൽ എല്ലാ ദിവസവും, അതായത് 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും. അതായത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഡാർക്ക് കറുത്ത കളറിലുള്ള ഉണ്ടയാണ്. ഇത് കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലാക്കണം ഇത് എള്ള് കൊണ്ട് തയ്യാറാക്കുന്ന ഉണ്ടയാണ്. പക്ഷേ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള എള്ളുണ്ടയല്ല, കുറച്ച് മാറ്റമുണ്ട്. ആ എള്ളുണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ശർക്കരയും എള്ളും കൂടി ചേർത്ത് ശർക്കര ഉരുക്കിയിട്ട് വെളുത്ത എള്ളിലും ഉണ്ടാക്കും, കറുത്ത എള്ളിലും ഉണ്ടാക്കും. അത് നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ എള്ളുണ്ട ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് അതിനപ്പുറമാണ്. ഇത് എള്ള് ഇടിച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇതും ഒരു എള്ളുണ്ടയാണ്, പക്ഷേ ഇത് കരിപ്പെട്ടിയും എള്ളും കൂടി ചേർത്തിട്ട്, കറുത്ത എള്ളും കൂടി ചേർത്തിട്ട് നമ്മൾ പണ്ടത്തെ കാലത്താണെങ്കിൽ അരകല്ലിൽ വെച്ചോ അല്ലെങ്കിൽ ആട്ടുകല്ലിൽ വെച്ച് ആട്ടിയൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് അത് നല്ല കുഴഞ്ഞ ഭാഗത്തിൽ വരും. ഈ എള്ളിൽ നിന്ന് ഇറങ്ങുന്ന ആ നല്ലെണ്ണ എല്ലാം ഇറങ്ങിയിട്ട് അയ്യോ പറയാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് നല്ലൊരു ന്യൂട്രിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വരും. അത് കഴിഞ്ഞ് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ ഉണ്ടാക്കിയ രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, നിങ്ങളൊന്ന് കാണുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തുകൊണ്ട് കഴിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് 1 കിലോ കറുത്ത എള്ള കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. അതോടൊപ്പം ഒരു 1 കിലോ കരിപ്പെട്ടി 1 കിലോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആവശ്യാനുസരണം ചേർത്താൽ മതി. 1/4 മുതൽ 1 കിലോ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റുകയാണ്. അത് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു വരുന്നൊരു പാകം, ആ ഒരു കുഴഞ്ഞു വരുന്ന പാകം വരെ ബീറ്റ് ചെയ്യണം. ഫസ്റ്റ് ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി ബാക്കിയിരിക്കുന്ന എള്ളും കരിപ്പെട്ടിയും കൂടി ഇതേപോലെ തന്നെ ഇതേ മിക്സിയുടെ ബൗളിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ച് ഈ ഒരു പാകത്തിനാക്കിയെടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് എള്ളും കരിപ്പെട്ടിയും കൂടി യോജിപ്പിച്ച് നന്നായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പണ്ടത്തെ കാലത്താണെങ്കിൽ അരകല്ല് വെച്ചിട്ടോ ആട്ടുകല്ല് വെച്ചിട്ടോ ഒക്കെ അരച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ഉരുണ്ട് കിട്ടുന്ന ഒരു പാകത്തിൽ. നമുക്കിപ്പോൾ കുറച്ച് സൗകര്യത്തിന് മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഇതൊന്നും ചെല്ലതന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണോ. ഇതുപോലെ നന്നായിട്ട് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് പല സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഒരു ദിവസം ഒരു ഉണ്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കണക്കാക്കി ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 20ഓളം ഉണ്ടാസ്, അതായത് എള്ളിൻ്റെ ആ ഉണ്ടകൾ ഉരുട്ടിയെടുക്കാൻ സാധിക്കും. കണ്ടല്ലോ ഉണ്ടാക്കിയെടുത്ത കാര്യം. അപ്പോൾ ഇതിങ്ങനെയാണ്, ഈ പ്രോസസ്സിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്ര വലിപ്പത്തിൽ എടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരെണ്ണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ എടുക്കുന്നതായിരിക്കും നല്ലത്, ചെറുതിനെക്കാട്ടിലും. അത് മതി, ഒരു 10-20 എണ്ണം കിട്ടും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ ഇരിക്കും. എത്ര സൈസിൽ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടുമ്പോൾ തന്നെ അതിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരും. ഇനി ഇതിൻ്റെ ഗുണം പറയട്ടെ എന്താണ്. അതായത് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ ഒരു ദിവസം. അതായത് മെനോപോസ് ആകുന്നൊരു സമയമുണ്ട് സ്ത്രീകൾ. ഇപ്പോൾ 45 വയസ്സ് തൊട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മെനോപോസ് ആകുന്ന പലരും പല ഏജിലാണ്. ചിലരെല്ലാം 50+ ആയിരിക്കും. 56, ഒരു 57 വയസ്സിനകത്ത്, ഒരു 57-58 വയസ്സിനകത്ത് എല്ലാവരും ഏകദേശം മെനോപോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെനോപോസ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ്റെ അളവ് അല്ലെങ്കിൽ അത് ഭയങ്കര ലോ ആയിട്ട് വരും. ഈസ്ട്രജൻ പ്രൊഡക്ഷനൊക്കെ കുറയാണ് ആ ഒരു സമയത്ത്. ഈസ്ട്രജൻ ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ചുളുങ്ങിപ്പോകുന്നു, നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ചെറുപ്പം കുറഞ്ഞ് വരും.
പ്രായത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ജനറൽ ഹെൽത്ത്, നമ്മുടെ ബോൺസിൻ്റെയൊക്കെ ശക്തി കുറച്ച് കുറഞ്ഞു വരും. അങ്ങനെയാണ് തേയ്മാനമൊക്കെ കൂടാനുള്ള ചാൻസസ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്, ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോണിൻ്റെ കുറവ് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഈ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻസ് ഉണ്ട്, സപ്ലിമെൻറ്റ്സ്. പക്ഷേ ആ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ, അതായത് ഈസ്ട്രോജൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഉണ്ട്. അത് ഗൈനക്കോളജിസ്റ്റുകൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് അത് കഴിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വേറെ അസുഖങ്ങളിലേക്കൊക്കെ അത് മാറി വരാം. അപ്പോൾ അതിനെക്കാട്ടി നല്ല നാച്ചുറൽ റെമഡീസിന് പോവുകയാണെങ്കിൽ, ഈസ്ട്രോജൻ കുറയുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ ഈസ്ട്രോജൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രയോജനം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എള്ള് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എള്ളിലുള്ളത് ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്ന പ്ലാന്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ നോർമൽ നമുക്ക് ഉണ്ടാകുന്നത് ഈസ്ട്രോജൻ ഹോർമോൺസ് ആണ്. അതിന് പകരമായിട്ട് ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് കോമ്പൗണ്ട്സ് ഈ ഒരു എള്ളിലുള്ളത് കൊണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഈസ്ട്രോജൻ്റെ കുറവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്ന കാര്യം. ഇറ്റ്സ് എ പ്ലാന്റ് കോമ്പൗണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രോട്ടീൻ, നമുക്ക് ധാരാളം പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ കിട്ടുന്നതും എള്ളിൽ നിന്നാണ്. അതിൻ്റെ ഒരു പ്രധാന സോഴ്സാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ബേസ്ഡ് സോഴ്സാണ് എള്ള്. അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നോൺ വെജ് വിഭവങ്ങളിലൊക്കെ പ്രോട്ടീൻ ധാരാളം. ഇപ്പോൾ മീനിലുണ്ട്, മുട്ടയിലുണ്ട്, പിന്നെന്താ പറയുക, റെഡ് മീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പയറുവർഗ്ഗങ്ങളിലുണ്ട്. ഓക്കെ. പക്ഷേ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് പ്രോട്ടീൻ കിട്ടാനായിട്ട് നമുക്ക് എള്ളൊരു നല്ലൊരു സംഭവമാണ്, നല്ലൊരു സോഴ്സാണ്. അപ്പോൾ ഈസ്ട്രോജൻ ലെവൽ കുറഞ്ഞു വരുന്ന സമയത്ത്, ദാറ്റ് ഈസ് മെനോപോസ് പീരീഡൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്കൊക്കെ ഹോട്ട് ഫ്ലാഷസ് വരും, ചില ലേഡീസിന്. അതുപോലെ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഈസ്ട്രോജൻ സപ്ലിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എള്ള് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അപ്പോൾ അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള റെമഡി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 45+ എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ച് പറയുന്നത്. സ്ത്രീകൾ കഴിച്ചിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു എന്താ പറയുക, പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു ഏജ് ഗ്രൂപ്പുണ്ട്. 12 വയസ്സ് മുതൽ, പണ്ടത്തെ കാലത്ത് 13, 14, 15 അങ്ങനെയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ 10 വയസ്സ് തൊട്ട് പ്രായപൂർത്തിയാകുന്ന കുട്ടികളുണ്ട്. അതായത് മെൻസസ് ഒക്കെ വരുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങനെയാണ് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നത് ആ സമയം തൊട്ടാണ്. പണ്ടൊക്കെ വലിയ ചടങ്ങോടുകൂടിയൊക്കെയാണ് സെലിബ്രേറ്റ്. ഇപ്പം അങ്ങനെ ആരും, ചില കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരൊന്നും അങ്ങനെ അറിയിക്കുകയൊന്നുമില്ല. അതൊരു സീക്രട്ടായിട്ട് തന്നെ വയ്ക്കും. വീട്ടിനകത്തുള്ളൊരു ചെറിയ കാര്യമായിട്ട് തന്നെയാണ്, വീട്ടുകാർ മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും. പറയാറ് പോലുമില്ല പല വീടുകളിലും. പക്ഷേ ആ സമയത്ത്, പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വീട്ടിൽ തന്നിരുന്ന ഒരു പ്രധാന കാര്യമാണ് നമുക്ക് നല്ലെണ്ണ കുടിക്കാൻ തരുമായിരുന്നു. എൻ്റെ കുഞ്ഞിലെയൊക്കെ അങ്ങനെയായിരുന്നു. നാടൻ പച്ചമുട്ടയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ തരും വെറും വയറ്റിൽ. അതൊരു വലിയ സംഭവമായിട്ടാണ് വെച്ചിരുന്നത്. കാര്യം എള്ളെണ്ണ അഥവാ നല്ലെണ്ണ നമ്മുടെ ഈ ഒരു പീരീഡിൽ, അതായത് നമ്മുടെ പ്രായപൂർത്തിയാകുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ മെൻസസ് സംബന്ധമായ കാര്യങ്ങൾ, അതിന് വളരെ ഇഫക്റ്റീവായിട്ട്. അപ്പോൾ ആ കാലം തൊട്ട് നമുക്ക് ഈസ്ട്രോജൻ്റെ എന്താ പറയുക, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങില്ല. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തുകയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈ നല്ലെണ്ണ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എള്ള് അന്ന് തൊട്ടേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ എള്ള് കഴിക്കുന്നത്, ഇതുപോലെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ നല്ലെണ്ണ ഒഴിച്ച് കഴിക്കും. അപ്പോൾ നല്ലെണ്ണയുടെ കരിപ്പട്ടി, ഇതൊക്കെ ധാരാളമായിട്ട് നമ്മൾ ആ സമയത്ത് കഴിക്കും, ഇങ്ങനെ പ്രായപൂർത്തിയാകുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാലോചിക്കുന്നത് അങ്ങനെയാണ്, ഇത് നമ്മുടെ ഈ എന്താ പറയുക, മെൻസസ്സൊക്കെ തുടങ്ങുന്നൊരു കാലത്ത് നമുക്കിത് വലിയ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. എള്ളും കരിപ്പട്ടിയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എണ്ണയും ഒക്കെ, നല്ലെണ്ണയൊക്കെ. അതേപോലെ തന്നെ ഇത് തീരുന്നൊരു സമയത്തും നമുക്കതൊരു വലിയ ഉപകാരപ്പെട്ട, നമ്മുടെ ശരീരത്തിന്, സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട, എള്ള് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട, കഴിക്കുന്നത് നല്ലതാണ്. ഇനി എള്ളിൽ വേറെ കുറേ ഗുണങ്ങളും കൂടിയുണ്ട്. എള്ളിൽ സിങ്ക്, ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് സിങ്ക്. പിന്നെ രണ്ടാമത്, ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട്, ലോവർ ചെയ്യാനായിട്ട് സഹായിക്കും. ഫൈബർ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഡയറ്ററി ഫൈബർ വേണമെന്നുണ്ടെങ്കിൽ എള്ള് ഒരു ഗുഡ് സോഴ്സ് ഓഫ് ഡയറ്ററി ഫൈബറും കൂടിയാണ്. പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് ബി വിറ്റമിൻസ് ആണ്. അതുപോലെ
നമ്മുടെ എല്ലുകൾക്ക് ബോൺസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലസ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണഗണങ്ങളാണ് നമ്മുടെ എള്ള് എന്ന് പറയുന്ന ഈ കറുത്ത ചെറിയ സീഡിനുള്ളത്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന അതാണ് ഞാൻ അതായത് തേങ്ങയിൽ നിന്നും നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന പോലെ നല്ലെണ്ണയുടെ സോഴ്സാണ്. നല്ലെണ്ണ കിട്ടുന്നത് എള്ളിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ നാട് മാവേലിക്കരയാണ്. അപ്പോൾ ഓണാട്ടുകര എന്ന് പറയുന്ന ആ പ്രദേശത്തൊക്കെ പണ്ട് എള്ള് കൃഷി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എള്ള് പാടങ്ങളായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ അവിടെയൊന്നും. പക്ഷേ അന്നത്തെ കാലത്ത് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ എള്ള് കൃഷിയും എള്ളും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ എള്ളിൻ്റെ എണ്ണ, അതായത് നല്ലെണ്ണ വെച്ചിട്ടാണ് ഫേസ് മസാജ് ഞാൻ ഇതിനു മുമ്പേ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ എള്ളെണ്ണ വെച്ചിട്ട് മുഖം മസാജ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഗുണങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ തലമുടിയിൽ വെളിച്ചെണ്ണയൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം പണ്ട് തൊട്ട് നല്ലെണ്ണ തലയിൽ തേച്ച് കുളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുടിയൊന്നും നരയ്ക്കാറുമില്ല. എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. നല്ല ഡാർക്ക് കളറാണ് ഇപ്പോഴും ഹെയറിന്. നരയ്ക്കുന്നതൊക്കെ വളരെ കുറച്ചും കൂടി മാത്രമേ നരച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഗുണമാണ് നല്ലെണ്ണയ്ക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം വരുന്ന സ്ഥലമാണ് ഈ എള്ള്. അപ്പോൾ നമ്മൾ എള്ളായിട്ട് തന്നെ കഴിക്കുമ്പോൾ, ഇങ്ങനെ അരച്ച് ഉരുട്ടി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബറും നഷ്ടപ്പെടുന്നില്ല, അതിനകത്തുള്ള ഓയിലും കിട്ടുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് പ്ലാന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രജൻസും കിട്ടുന്നു. അത് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അല്ലേ. ഇത്രയും ഗുണങ്ങളുണ്ട്. പിന്നെ ഇനി അടുത്തയിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് ഉണ്ടാക്കുന്നത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തായാലും ഏത് കാര്യവും അമിതമായാൽ നല്ലതല്ല. അപ്പോൾ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൂടുന്ന രീതിയിൽ അത്രത്തോളം ഒന്നും കരിപ്പട്ടി, എന്നാലും പഞ്ചസാരയുടെ അത്ര ദോഷമില്ല, ശർക്കരയുടെ അത്ര ദോഷവുമില്ല. കാര്യം കരിപ്പട്ടി വരുന്നത് കരിമ്പിൽ നിന്നല്ല, പനയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സംഭവം. അതെങ്കിലും അത് മധുരം തന്നെയാണ്. അതിന് പക്ഷേ കുറേ ഗുണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ മിതത്തിൽ കഴിക്കുക ആവശ്യാനുസരണം. ഇപ്പോൾ നമുക്ക് ജലദോഷവും ചുമയും മൂക്കടപ്പും ഒക്കെ വരുമ്പോൾ കരിപ്പട്ടി കാപ്പി ഇട്ട് കുടിക്കാറില്ലേ. അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അതിനകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്തോട്ട് നമ്മുടെ അമ്മമാരും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. തുളസി ഇലയും കുരുമുളകും ചുക്കും കരിപ്പട്ടിയൊക്കെ ഇട്ടിട്ടല്ലേ കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. പിന്നെ കരിപ്പട്ടിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ബോൺസിന് നല്ലതാണ്. പിന്നെ അതുപോലെ വളർച്ച, അനീമിക് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കൂട്ടും എന്നുള്ളത് കൊണ്ട് അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടുതലാക്കി തരും. പറഞ്ഞല്ലോ, ബോൺ ഹെൽത്ത് കൂട്ടും, കാൽഷ്യത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് പൊട്ടാഷ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തും ക്രാംസൊക്കെ, നമുക്കിങ്ങനെ ചില ക്രാംസൊക്കെ വരില്ലേ ഇങ്ങനെ മസിൽ കൊടുത്ത പോലെയൊക്കെയുള്ള അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു നല്ലൊരു റിലീഫ് കിട്ടും. അതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള അതിനെയൊക്കെ തടയുന്ന പ്രോപ്പർട്ടീസും ഇതിനകത്തുണ്ട്. ഈ പൊട്ടാഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഡൈജഷൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ദഹനം, കാര്യം ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ ട്രിഗർ ചെയ്യാനുള്ള കഴിവും കൂടി ഈ കരിപ്പട്ടിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കരിപ്പട്ടി ആൻഡ് എള്ള് നല്ലൊരു കോംബോ ആണ്. അവർ തമ്മിൽ പരസ്പര പൂരിതമാണ്. നല്ല രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ, ഒരു ദിവസം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ഉണ്ട കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ എനർജി എല്ലാം നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ 45+ ആൾക്കാർ കഴിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾ, എടുത്തു പറയുന്നു സ്ത്രീകൾ, അത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഇത് ഒഴിവാക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഒഴിവാക്കുക. അത് അങ്ങനെ തന്നെയാണ് ഡോക്ടേഴ്സും പറയുന്നത്. പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് അത് കൺട്രോളിങ്ങിന് ഒരു ചെറിയ വേരിയേഷൻ സംഗതികൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറിയും ഈ ഒരു സംഭവം കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എള്ളിൻ്റെ ഉണ്ട ഞാൻ പറഞ്ഞല്ലോ, നോർമൽ കേസിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി ഒഴിവാക്കണം. ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് മുതലായ കാര്യങ്ങളുള്ള ആൾക്കാരും ഇത് കഴിക്കുന്നത് നല്ലതല്ല. അതിന് എഗൻസ്റ്റാണിത്. അത് വേണ്ട. ഗ്യാസ്ട്രിക് ഒബ്സ്ട്രക്ഷൻസ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം, ഗ്യാസ്ട്രിക് സംബന്ധമായ ഇഷ്യൂസ് ഉള്ളവരും ഒഴിവാക്കുക. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും അതായത് എന്തെങ്കിലും അലർജി സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ എള്ള്, ചില സീഡ്സിനോടൊക്കെ അലർജി ഉള്ളവരുണ്ടാവുമല്ലോ, അത്തരക്കാർ, ഇതിനോടൊരു അലർജി ഉള്ളവർ, അങ്ങനെയുള്ളവർ, സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഇത് ഒഴിവാക്കുക. അപ്പം ആരൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞു. അല്ലാതെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ 45+ ഇത് മസ്റ്റാണ്. ബാക്കി ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം, കുഴപ്പമില്ല, നല്ലതാണ്. കുട്ടികൾക്കെല്ലാം കൊടുത്താൽ നല്ലതാണ്. പ്രായപൂർത്തിയായി ആ ഒരു കാലഘട്ടത്തിൽ നല്ലതാണ്.
ഒരു 12, 13, 15. അപ്പോൾ പ്രായപൂർത്തിയാവണേ തൊട്ട് മുമ്പ് കൊടുക്കേണ്ട, അത് കഴിഞ്ഞിട്ട് കൊടുത്തു തുടങ്ങിയാൽ മതി. ഒരു 14 വയസ്സെല്ലാം കഴിഞ്ഞിട്ട്. ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് ഇത് കൊടുത്താൽ നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം, മെൻസ്ട്രൽ സൈക്കിള് കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ഈസി ആയിരിക്കും. പല ആൾക്കാർക്കും ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടാവാറില്ലേ മെൻസസ് വരുന്ന സമയത്ത്, ക്രാംസ്, വയറുവേദന മുതലായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കുറച്ചുകൂടെ റെഗുലറൈസ് ചെയ്യാനും സ്മൂത്ത് ആക്കാനും ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ആ കാര്യത്തിനുമെല്ലാം ഇത് വളരെ വളരെ നല്ലതാണ്. കറക്ഷനാണ്, നല്ല കറക്ഷൻ കിട്ടും. പിന്നെ PCOS ഉള്ള ആൾക്കാരെല്ലാം ഈ എള്ളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലെപ്പോഴും ഞാൻ പറയും, ഡിസ്ക്ലെയിമർ എന്നുള്ളതല്ലെങ്കിൽ പറയുന്നത്, ഇത് എൻ്റെ അറിവ് ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നാട്ടറിവാണ്, പണ്ട് അമ്മൂമ്മ, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ്, നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഓക്കെയാണ്. അപ്പോൾ എല്ലാവരുടെ ഹെൽത്തും ബോഡി സ്ട്രക്ചറും കണ്ടീഷൻസൊന്നും സെയിം ആവണമെന്നില്ല. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജനറലായിട്ട്. എങ്കിലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ, ഇങ്ങനെ എള്ളും കരിപ്പട്ടിയും കൂടി ഇടിച്ച് കഴിച്ചാൽ നല്ലതാണോ എന്ന് ചോദിക്കുക. ഇതിൽ കുറേ ഗുണങ്ങളുണ്ട്. എൻ്റെ അനുഭവം അതാണ്, വളരെ യൂസ്ഫുൾ ആയിരിക്കും 45+. എങ്കിലും ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ഇടുന്നു, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്നതാണെന്ന് ഒന്ന് വെരിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ഡോസ് പോലെയൊക്കെ കഴിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട്, എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത് നമ്മുടെ എള്ള് ബോൾസ്. എന്ത് പറയുന്നത്, എള്ളുണ്ടേ കുറിച്ച്. ഇത് കഴിക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റ് അറിയാമോ? നന്നായിട്ടിങ്ങനെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ദിസ്. അപ്പോൾ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നത്. ഞാനിപ്പോൾ പുതിയ ഡയറ്റിലാണല്ലോ, ഹെൽത്തി ഡയറ്റ്. അപ്പോൾ ആ ഹെൽത്തി ഡയറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഞാനിത് കഴിക്കുന്നത്. എനിക്കൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഫർമേഷനും ഞാൻ കഴിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൊണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് ഞാൻ ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിലൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.